മണിപ്പൂരിലെ ആഭ്യന്തര സംഘർഷത്തിനിടെ ഒരു വർഷത്തിനിടയിൽ 500 ചർച്ചുകളും 2 സിനഗോഗുകളും തകർക്കപ്പെട്ടതായി അമേരിക്കയിലെ അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യത്തിനായുള്ള കമ്മീഷന്റെ റിപ്പോർട്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓൺ ഇന്റർനാഷണൽ റിലീജിയൻസ് ഫ്രീഡമാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. ആഗോള മതസ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായുള്ള വാർഷിക അവലോകന റിപ്പോർട്ടിലാണ് ഇന്ത്യയിലെ മതസ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഗുരുതര ആശങ്ക ഉയർത്തുന്നത്. മണിപ്പൂരിലെ സംഘർഷത്തിനിടെ 70,000 പേരാണ് ആഭ്യന്തരമായി കുടിയിറക്കപ്പെട്ടത്. രാജ്യത്ത് ക്രിസ്ത്യൻ ജൂത ആരാധനാലയങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ എണ്ണം വർദ്ധിക്കുന്നതായി റിപ്പോർട്ട് അടിവരയിടുന്നു. വർദ്ധിച്ചുവരുന്ന മതധ്രുവീകരണവും തീവ്ര വലതുപക്ഷ കക്ഷികളുടെ സ്വാധീനവുമാണ് ഇതിന് കാരണമായി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. ഈ നശീകരണ പ്രവർത്തനങ്ങളും ആക്രമണങ്ങളും ആരാധനാലയങ്ങളെ മാത്രമല്ല ബാധിച്ചത്, മതനേതാക്കളെയും വിശ്വാസികളെയും ആക്രമിക്കുന്നതിലും ഇത് കലാശിച്ചുവെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാകുന്നു. 500ഓളം ക്രിസ്ത്യൻ ദേവാലയങ്ങൾ ആക്രമണത്തിന് ഇരയായെന്നത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഭയാനകമായ വർധനവാണ്. ക്രിസ്ത്യൻ ജനസംഖ്യ കൂടുതലുള്ള കേരളം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഇത്തരം അക്രമങ്ങൾ കുറവാണ്. എന്നാൽ ഉത്തർപ്രദേശ്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ വലിയ രീതിയിലുള്ള വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. പ്രാദേശിക ഭരണകൂടങ്ങളുടെ സഹായം, മറ്റു നടപടികൾ സ്വീകരിക്കാത്തത് എന്നിവ കാരണം പല പ്രതികളും നിയമത്തിന് മുമ്പിൽ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. എണ്ണത്തിൽ കുറവാണെങ്കിലും 2 ജൂത സിനഗോഗുകളും തകർത്തുവെന്നതും ആശങ്ക സൃഷ്ടിക്കുന്നതാണ്. അത്തരം ആരാധനാലയങ്ങളെ ലക്ഷ്യമിടുന്നത് മതപരമായ സംഘർഷങ്ങളുടെ ആശങ്കാജനകമായ നിലയാണ് ചൂണ്ടിക്കാട്ടുന്നത്. മതസ്വാതന്ത്ര്യം ആശങ്കയിലായതിനാൽ ഇന്ത്യയെ പ്രത്യേകം പരിഗണിക്കേണ്ട രാജ്യമായി കാണണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.